ഹായ് മക്കളെ, എൻ്റെ ലൈഫിലെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മാസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ എനിക്ക് പറയാൻ പറ്റും. അത് +2 ബോർഡ് എക്സാമിന് ശേഷം വരുന്ന ക്രാഷ് കോഴ്സിൻ്റെ ഒരു സമയമാണെന്നുള്ളത്. അത് ഒരു മാസം കൊണ്ട് 2 വർഷത്തെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എന്താണ് നമ്മൾ പഠിക്കുകയാണ്. അത് ഫുൾ ടൈം ക്ലാസ്. ചില പോയിന്റിലൊക്കെ എനിക്കിങ്ങനെ ഇൻഫർമേഷൻ ഓവർലോഡ് കാരണം ഛർദ്ദിക്കാനൊക്കെ വന്നതുപോലെയൊക്കെ എനിക്കന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ലെവൽ സ്ട്രെസ്സായിരുന്നു ആ ക്രാഷിൻ്റെ സമയത്ത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടോ, ഈ ഒരു മാസം എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് നിന്ന ആൾക്കാർ അത് ആ ഒരു മാസത്തെ കാരണം കൊണ്ട് മാത്രം ത്രൂ ഔട്ട് ലൈഫ് സെറ്റിലായ കുറച്ച് ആൾക്കാരെ എനിക്കറിയാം. അതായത് ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി, അവിടുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പഠിച്ച് നല്ല കമ്പനിയിൽ കയറി ഇപ്പം അത്യാവശ്യം നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർ അറിയാമെങ്കിൽ കൂടി ചില ആൾക്കാർ ഒരു കാരണവശാലും ഈ സ്ട്രെസ് അനുഭവിക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ ക്രാഷിനെ പോകേണ്ട ആവശ്യമില്ല. ഈ ചോദ്യം എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ മെൻറ്റേഴ്സിനോടൊക്കെ ഇപ്പോൾ +2 പഠിക്കുന്ന എല്ലാ കുട്ടികളും സയൻസും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസൊക്കെ ഞാൻ CUT ക്രാഷിന് പോകണോ, എനിക്ക് നഴ്സിംഗാണ് താല്പര്യം, അതുകൊണ്ട് NEET ക്രാഷിന് പോകണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് ആരൊക്കെ ക്രാഷിന് പോകേണ്ടതില്ല എന്നുള്ളതാണ്. റെഡിയല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ കേസ്, നിങ്ങളൊരു പാരാമെഡിക്കൽ കോഴ്സാണ് നോക്കുന്നതെങ്കിൽ, പാരാമെഡിക്കൽ എന്ന് പറയുമ്പം അതായത് ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള നോൺ ഡോക്ടർ കോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഞാൻ എൻ്റെ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളൊരു നേഴ്സ് ആവാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നഴ്സിങ്ങിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ റേഡിയോളജി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒപ്റ്റോമെട്രി, MLT, പിന്നെ എന്താ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പാരാമെഡിക്കൽ. അതാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു കേരളത്തിൽ മെറിറ്റിൽ പഠിക്കണമെങ്കിൽ നിങ്ങളുടെ +2 മാർക്ക് ബേസ് ചെയ്തുകൊണ്ട് LBS എന്നുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേഴ്സിങ്ങിന് കിട്ടും, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നേഴ്സിംഗ് കിട്ടും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെന്ന് പറയുന്നത് നിങ്ങൾ ഈ പ്രൈവറ്റ് നേഴ്സിംഗ് കോളേജ് അല്ലെങ്കിൽ ഒപ്റ്റോമെട്രി അവിടെയൊക്കെ എന്താണ് പൈസ കൊടുത്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഈ 2 ചെയ്യുകയാണെങ്കിലും ആ ഒരു വർഷത്തെ വേറൊരു കാര്യം പറഞ്ഞു, ഒരു വർഷമല്ല, ഒരു മാസം നമ്മൾ സ്ട്രെസ് അനുഭവിക്കണം എന്ന് മാത്രമല്ല കുറച്ച് പൈസയും പോകും. ആ പൈസ എന്ത് ചെയ്യേണ്ട, പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ +2 കഴിഞ്ഞ് ഒന്ന് ചില്ലാക്കൊക്കെ ചെയ്തിട്ട് ഒന്നെങ്കിൽ പൈസ കൊടുത്ത് കയറുക എന്നുള്ളതാണ് പാരാമെഡിക്കലിൻ്റെ കേസ്. ഇവിടെ ഞാൻ വേറൊരു കാര്യം പ്രത്യേകം B.Pharm ഇങ്ങനെ റെഡിലിട്ടത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ മെറിറ്റിൽ നിങ്ങൾക്ക് B.Pharm കയറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കീം എഴുതണമെന്ന് മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കീം അപ്ലൈ ചെയ്തില്ലെങ്കിൽ ആ B.Pharm എന്നുള്ള സ്വപ്നങ്ങൾ എന്ത് ചെയ്തോ, മാറ്റി വെച്ചേക്ക്. കീം അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾ കീമിൻ്റെ ക്രാഷിന് പോയിട്ട്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മാത്സ് നിങ്ങൾക്ക് ഇതിൽ എക്സാമിൽ എഴുതേണ്ട ആവശ്യം ആവില്ല. അപ്പം ഫിസിക്സും കെമിസ്ട്രി എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നല്ല സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഫാർമസി കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വളരെ മിനിമം ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. B.Pharmകാർ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് കീം എഴുതണം. കീം എഴുതുമ്പോൾ നല്ല റാങ്ക് കിട്ടാൻ ക്രാഷ് കോഴ്സ് വിൽ ബി ഹെൽപ്ഫുൾ. ഓക്കെ, റൈറ്റ്. അതാണ് ഫസ്റ്റ് കൂട്ടരെങ്കിൽ. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് നിങ്ങൾ ഇത്തവണ ഓൾറെഡി അഡ്മിഷൻ്റെ സമയം, ആപ്ലിക്കേഷൻ്റെ സമയമൊക്കെ കഴിഞ്ഞു, നിങ്ങൾ കീമും അപ്ലൈ ചെയ്തിട്ടില്ല, CUT അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ക്രാഷിന് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലേ. CUT എന്ന് പറഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റ്. അത് 2 അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ സാറേ നീറ്റോ എന്ന് ചോദിക്കും. അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത പറയാൻ വരുന്നത്. അതായത് നിങ്ങൾക്ക് നീറ്റിൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നത് 2 ദിവസം കൂടെ ഇങ്ങനെ അപ്ലിക്കേഷൻ്റെ ടൈം ഉണ്ട് കേട്ടോ. നിങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് 100% ഉറപ്പാണ്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ കീമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, CUTക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അതേപോലെ തന്നെ നീറ്റിനും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ 100% ഉറപ്പാണ് എനിക്ക് മാത്സ് വലിയ ഐഡിയ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിങ്ങിന് എന്തായാലും പോകില്ല. അല്ല, ചിലപ്പോൾ നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എഞ്ചിനീയറിങ്ങിന് സ്കോപ്പ് ഒന്നുമില്ല. അങ്ങനെയൊക്കെ ആയിട്ടും നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് എഞ്ചിനീയറിങ് എനിക്ക് പറ്റിയ പണിയില്ല. പ്രത്യേകിച്ച് ഒരുപാട് പെൺകുട്ടികളൊക്കെ ആ ഒരു തോട്ട് പ്രോസസ്സുള്ള ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ഞാനത് മാറ്റാനൊക്കെ ശ്രമിക്കുമെങ്കിലും എഞ്ചിനീയറിംഗ് നല്ല കോഴ്സാണെന്നൊക്കെ പറയുമെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾ എഞ്ചിനീയറിംഗ് തീരുമാനിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വെറുതെ എന്ത് ചെയ്യണ്ട, ഈ ക്രാഷ് കോഴ്സിന് നിങ്ങൾ ചേരേണ്ട ആവശ്യമില്ല, കീമിൻ്റെ ക്രാഷ് കോഴ്സിന് നിങ്ങൾ ചേരേണ്ട ആവശ്യമില്ല. ഇനി അടുത്തൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികളായിരിക്കില്ല, പാരൻസിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനം. എൻ്റെയൊക്കെ ചില എളാപ്പന്മാരൊക്കെ ഉണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്ത് വന്നാലും എത്ര തങ്കപ്പെട്ട കോഴ്സാണെങ്കിലും സാരമില്ല, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്ന രീതിയിലുള്ള കോളേജിലേ നിന്നെ ഞാൻ വിടുള്ളൂ, നിനക്ക് വേറെ പോയി താമസിക്കൊക്കെ വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ സമ്മതത്തിൽ ചെയ്തു എന്ന് പറയുന്ന ഒരുപാട് പാരൻസ് ഇപ്പോഴും ഉണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇനി ചില കുട്ടികൾക്കുണ്ടാവും ഉമ്മാനെ വിട്ട് പിരിയാൻ പറ്റില്ല എന്നൊക്കെ അല്ലേ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന കോളേജിലെ നിങ്ങൾ പഠിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ കാസർഗോഡുള്ള, അതായത് പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള കുട്ടികൾക്കല്ലാതെ വേറൊരാൾക്കും പിന്നെ CUT കൊണ്ട് കാര്യമില്ല. അഥവാ നിങ്ങൾ വീട് വിട്ട് പോകില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഹോമിൽ കോഴ്സ് എത്ര നല്ലതാണെങ്കിലും അതിൻ്റെ സാധ്യതകളൊന്നും പറഞ്ഞില്ല.
അച്ഛൻ വിടൂല, പിന്നെ എന്ത് ചെയ്യാനാ. അപ്പോൾ അവരെന്തിനാ കഷ്ടപ്പെട്ട് ഈ CUT ക്രാഷിന് പോകേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തതായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് നീറ്റ്. അതായത് നീറ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇക്കുറി കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ക്രാഷിന് നിങ്ങൾക്ക് നീറ്റ് കിട്ടുമെന്നില്ല. അതേ സ്ഥാനത്ത് നീറ്റ് ഞാൻ എന്തായാലും റിപ്പീറ്റ് ചെയ്യില്ല. എൻ്റെ വിലപ്പെട്ട ഒരു വർഷം പോകും, വല്ല റിപ്പീറ്റ് ചെയ്താൽ എനിക്ക് കിട്ടൂല, എനിക്ക് സ്ട്രെസ് അനുഭവിക്കാം, പല റീസൺസ് അല്ലേ. ഡോക്ടേഴ്സിന് ഇപ്പോൾ സ്കോപ്പില്ല പറയുന്ന ആൾക്കാരുണ്ടോ. എന്താണെങ്കിലും നീറ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ വെറുതെ എന്ത് ചെയ്യണ്ട, നീറ്റ് ക്രാഷിന് പോവണ്ട. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ക്രാഷ് റിപ്പീറ്റ് ചെയ്യാനുള്ളതിൽ ഒരു 10% കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നതിലപ്പുറം വേറൊന്നും അതിലില്ല. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നീറ്റ് ക്രാഷ് വഴി മാത്രം നിങ്ങൾക്ക് നീറ്റ് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എന്താണ്, നമുക്ക് കുറച്ച് അഡ്മിഷനൊക്കെ കുറയെങ്കിലും അതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് പാരാമെഡിക്കൽ കോഴ്സ് എക്സെപ്റ്റ് BPharmന് പോകുന്ന ആൾക്കാർ ചെയ്യേണ്ട. പിന്നെ കീമും CUT രജിസ്റ്റർ ചെയ്തില്ല, പിന്നെ നിങ്ങൾ ആലോചിക്കുക വേണ്ട. പിന്നെ എഞ്ചിനീയറിങ്ങിന് നിങ്ങൾ പോകില്ല, വീട്ടിൻ്റെ അടുത്തുള്ള കോളേജിൽ നിങ്ങൾ വിടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കീമും അതേപോലെ CUT ചെയ്യേണ്ട. നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നീറ്റ് ക്രാഷ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും സാർ അപ്പോൾ ആരാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 കേസസ് ആണ്. ദെൻ ഹൂ? അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഞാൻ എഞ്ചിനീയറിങ്ങിന് പോകില്ല എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കാൻ പറ്റില്ല. ഉള്ള കോഴ്സസിൽ അത്യാവശ്യം നല്ല കോഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പം എഞ്ചിനീയറിംഗ് കുഴപ്പമില്ലാത്തൊരു കോളേജിൽ അധികം ഫീസൊന്നും ഇല്ലാതെ കിട്ടുകയാണെങ്കിൽ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു സംശയമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, കീം ക്രാഷിന് ജോയിൻ ചെയ്തിട്ട് ആ ഒരു മാസം നേരത്തെ ഞാൻ പറഞ്ഞതുപോലത്തെ ഇൻഫർമേഷൻ ഓവർലോഡ് സ്ട്രെസ്സൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ താങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് നല്ല കോളേജ്, ഈ എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കോളേജ് ആകുമ്പോൾ 2 മെച്ചമുണ്ട്. ഒന്നാമത്തെ മെച്ചം ഫീസ് കുറയുന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ് കോളേജൊക്കെ വളരെ തുച്ഛമായ ഫീസേ ഉള്ളൂ. രണ്ടാമത്തെ മെച്ചം വെച്ചാൽ ജോലി സാധ്യത കൂടുകയും ചെയ്യും, പ്ലേസ്മെൻറ്റ് കൂടുകയും ചെയ്യും. അപ്പം ആ ഒരു മാസം, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാസത്തെ എഫേർട്ട് കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ധൈര്യമല്ല നിർബന്ധമായിട്ടും ആ കീം ക്രാഷിന് ചേരുക. എന്നിട്ട് ഒരു മാസം നിങ്ങളൊന്ന് എഫേർട്ട് എടുത്തു. പിന്നെ ചിലപ്പോൾ എന്തായിരിക്കും 4 മാസം 4 വർഷം ചിൽ ലൈഫായിരിക്കും. കാരണം ഞാനിങ്ങനെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളെ കാണാറുണ്ട്. അവരൊക്കെ നല്ല ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. നിങ്ങൾക്ക് നോക്കിയാൽ ആ 4 വർഷത്തെ ക്യാമ്പസ് ലൈഫ് വിൽ ബി റിയലി ഗുഡ്. പിന്നെ അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഈ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിൽ, ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് മുന്നിലുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പഠിക്കലാണ്. ആ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ളതോ അല്ലെങ്കിൽ കേരളത്തിലെ ബെസ്റ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജായ ഫറൂഖ് കോളേജ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കോളേജ് അല്ലെ മഹാരാജാസ് കോളേജിനേക്കാളും അടിപൊളിയാണ് എന്ത്, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. ആൻഡ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് 10 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ സീറ്റ് ഉണ്ട്. നിങ്ങൾ CUT കുഴപ്പമില്ലാതെ ഒരു ക്രാഷിന് പങ്കെടുത്ത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ട്രെസ്സൊന്നും വേണ്ട, ഒരു 2 വിഷയങ്ങളോ 3 വിഷയങ്ങളോ പഠിച്ചിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ആൻഡ് ആ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 വർഷത്തെ ചിൽ ലൈഫിനേക്കാളും കൂടുതൽ കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്നതിനേക്കാളും എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും. പല ഭാഷയിലുള്ള പല സംസ്ഥാനത്തുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ ലെവല് തന്നെ മാറും. അതുകൊണ്ട് വീട്ടിൻ്റെ പുറത്ത് പോകുന്ന ഒരു കോളേജ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും CUT ക്രാഷിന് ജോയിൻ ചെയ്തിട്ട് പഠിക്കുക. എത്രത്തോളം പഠിക്കുന്നതിനനുസരിച്ച് അത്രത്തോളം നല്ല കോളേജ് കിട്ടും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കേസ്. ആൻഡ് മൂന്നാമത്തെ കേസിൻ്റെ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, നീറ്റിന് അല്ലെങ്കിൽ JEEക്ക് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാർ എന്നെ പറയുന്നുണ്ട് എന്ത്, ഇതിന് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും നിങ്ങൾ ക്രാഷ് കോഴ്സിന് പോകണം. കാരണം വളരെ സിമ്പിളാണ്. നിങ്ങൾക്കറിയാം റിപ്പീറ്റർ ജേർണീസ് ആൻഡ് ഓട്ട മത്സരം, അതായത് ഒരുപാട് ആൾക്കാർ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആകെ ഒരു 2000 എഞ്ചിനീയേഴ്സിനും 2000 മെഡിക്കൽ ഡോക്ടേഴ്സിനാണ് മാക്സിമം കേരളത്തിൽ നിന്ന് എന്ത് ചെയ്യുക, നല്ല കോളേജിൽ എഞ്ചിനീയറിങ്ങും നല്ല കോളേജിൽ MBBSഉം കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ 2000ലേക്ക് എത്താൻ എത്ര നേരത്തെ നമ്മൾ ഓടിത്തുടങ്ങുന്നത് അത്രയും നല്ലതാണ്. ചില കുട്ടികളൊക്കെ തിങ്ക് ചെയ്യാന്ന് വെച്ചാൽ ഇനി മെയ് മുതൽ എന്താണ് ഫുള്ളൊരു വർഷത്തെ കഷ്ടപ്പാടല്ലേ, അപ്പോൾ ഈ ഒരു മാസം ചില്ല് ചെയ്യട്ടെ എന്നൊക്കെയാണ്. അതിന് പകരം ഈ ഒരു മാസം നിങ്ങളുടെ JEE കഴിഞ്ഞിട്ട് നീറ്റ് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പം മുതൽ പ്രിപ്പറേഷൻ തുടങ്ങുക. കാരണം ഒരു മാസത്തെ ക്രാഷ് കോഴ്സ് കൊണ്ട് നിങ്ങൾ കറക്റ്റ് ആ ട്രാക്കിലേക്ക് എത്തും. അതായത് ഡെയിലി 8-10 മണിക്കൂർ പഠിക്കേണ്ടത്, ഒരുപാട് ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആൻഡ് പറ്റുവെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, റെസിഡൻഷ്യൽ ക്രാഷിന് പോവാം. റെസിഡൻഷ്യൽ ക്രാഷിന് പോയി കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ ആ ഹോം സിക്നെസ് ഉണ്ടല്ലോ, അതായത് നിങ്ങളിപ്പോൾ ഒരു നീറ്റിന് അല്ല JEEക്ക് റിപ്പീറ്റ് ചെയ്യാൻ വരും, ആദ്യമായിട്ടേക്ക് നിങ്ങൾ വീട് വിട്ടിരിക്കുന്ന വല്ലാത്ത സ്ട്രെസ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും, പല ആൾക്കാരുടെ റൂമിൽ അപ്പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒരു മാസമൊക്കെ ചിലപ്പോൾ എടുക്കും നിങ്ങളൊന്ന് ട്രാക്കിലേക്കാവാനും സിറ്റുവേഷൻ എൻവയോൺമെൻറ്റ്. ആ ഒരു മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ തന്നെ ഇതാവാനും പറ്റും. ഏത് ഈ ക്രാഷിന് റെസിഡൻഷ്യൽ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം ഫുള്ള് കരച്ചിലായിരിക്കും. പിന്നെ 3-ാമത്തെ ദിവസം ഫ്രണ്ട്സിൻ്റെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഓള് ചിരിച്ചില്ല പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, മെയ് ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ നീറ്റും കീമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ആൾക്കാരും ക്രാഷിന് പോകണം. കാരണം എന്താ വെച്ചാൽ നീറ്റ് ആൻഡ് JEE റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 2 ലക്ഷം രൂപയുടെ അടുത്തുള്ള ഒരു അഫെയറാണ്.
അപ്പോൾ അതിന് ഒരു അഡീഷണൽ 20,000 അല്ലെ 25,000 കൂടെ കൊടുത്തിട്ട് നിങ്ങൾക്കത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ദിസ് ഈസ് എ വെരി ഗുഡ് ഡിസിഷൻ. ഓക്കെ, അതായത് എന്താ പറയുക, റിച്ച് തിങ്കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അപ്പം സ്മാർട്ട് തിങ്കിങ് എന്നൊക്കെ പറയാം. അപ്പം ആ രീതിയിൽ എന്ത് റെസിഡൻഷ്യൽ നോക്കാം. ആൻഡ് ഇതിൽ ഏത് ക്രാഷ് ആണെങ്കിലും, ഓൺലൈൻ ക്രാഷ് ആണെങ്കിലും റെസിഡൻഷ്യൽ ക്രാഷ് ആണെങ്കിലും എജു പോർട്ടലുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ കമൻറ്റിൽ പിൻ ചെയ്ത ലിങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്താൽ ഞങ്ങൾ വിളിച്ച് പറഞ്ഞുതരാം. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെന്താണ് ഈ ബേർഡൻ, ഈ കഷ്ടപ്പാട്, ഈ സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കേണ്ട. നിങ്ങളൊന്നെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിന് പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾ കീമോ CUT അപ്ലൈ ചെയ്തിട്ടില്ല, ഓർ നിങ്ങൾ എന്ത് ചെയ്യില്ല, എഞ്ചിനീയറിംഗ് നിങ്ങൾ ഉറപ്പായിട്ടും പോവില്ല, കേരളത്തിൻ്റെ പുറത്ത് നിങ്ങളെ അച്ഛൻ വിടൂല, ആൻഡ് മൂന്നാമത്തെ എന്തായിരുന്നു, നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോകില്ല എന്നാണെങ്കിൽ നിങ്ങൾ ക്രാഷ് കൊടുക്കേണ്ട. ബാക്കി ഈ 3 കണ്ടീഷൻ, എഞ്ചിനീയറിംഗ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കീം ക്രാഷ് എഴുതണം, കേരളത്തിൻ്റെ പുറത്ത് പോകാമെന്നുള്ള. ഇനി വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ സാർ. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ, കീം എഴുതണോ CUT എഴുതണോ നീറ്റിന് പോകണം. അതിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോയ്സ്, ഇത് 3 പോയാലും നിങ്ങൾക്ക് ഒരേപോലത്തെ ഇത് കിട്ടും, എഫക്റ്റ് കിട്ടും. ഇപ്പോൾ കീമിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ചൊക്കെ CUTയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നീറ്റിന് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്നത്, ആ ഫിസിക്സും കെമിസ്ട്രി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കീമിന് അത്യാവശ്യം ഇത് കിട്ടും, മാത്സിൽ അധികം സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ലെവലിൽ എന്ത് ചെയ്യുക, ഇതിലെ ബെസ്റ്റ് ഒന്നിന് പോകും, 3-ലൊന്നും കയറി നിങ്ങൾ ജോയിൻ ചെയ്യരുത്. ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എജു പോർട്ടലിൻ്റെ ബാച്ച് ഉണ്ട്. ഓക്കെ, ബൈ.